എന്താടാ ഓ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ട്രെയിലർ റിയാക്ഷൻ വാഴ 2 ആൻഡ് മോഹിനിയാട്ടം. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഞാൻ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത 2 സിനിമകളാണ്. ഈ മോഹിനിയാട്ടം സിനിമയുടെ ഫസ്റ്റ് പാട്ടായ ഭരതനാട്യം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. വളരെ കിഡിലെ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് ആ പടം ഫീൽ ചെയ്തത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റും ടേണും കോൺസെപ്റ്റൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പടം ഒന്ന് പോയി കാണുന്നത് ഭയങ്കര രസമാണ് ആ സിനിമ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഏപ്രിൽ 8-10 എന്തോ. അത് കഴിഞ്ഞിട്ട് വാഴ 2ൻ്റെ സീക്വൽ എന്നുള്ള രീതിയിലല്ല ഞാൻ അവൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കോണ്ടൻറ് ക്രിയേറ്ററായ ഹാഷിറും ഗ്യാങ്ങും അവന്മാരെ സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അല്ലാതെ വാഴയുടെ 2ാം ഭാഗം എന്നുള്ള രീതിയിലല്ല. അവന്മാരെ ഫസ്റ്റ് പടം, അതായത് അവർ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഫസ്റ്റ് സിനിമ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ എം വെരി ഹാപ്പി ഫോർ ദം. ഞാൻ പറയുന്ന അത്രയ്ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ അവെയിറ്റ് ചെയ്തിരുന്ന് കാണുന്ന വീഡിയോസ് ഹാഷിറിൻ്റെയും ഈ 4 അലൻ, അതേപോലെ അജിൻ, പിന്നെ വിനായകൻ്റെ മറ്റേ സാധനമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉച്ചിയിൽ വരെ കൊഴുപ്പ് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ടീമുകളാണ്. പിന്നെ ഒരുപാട് പേര് ഈ പടത്തിലുണ്ട്. ഇങ്ങനെ കുഡോസ് മീഡിയ ആ ഫുൾ ഗ്യാങ് ഈ സിനിമയിലുണ്ട്. പിന്നെ വേറൊരു പയ്യനുണ്ട്, ജബ്ബാറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പയ്യന്മാരില്ലേ, അവന്മാരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്താണെങ്കിലും വിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസർ, സവിൻ SA ആണ് ഡയറക്ഷൻ എന്ന് തോന്നുന്നു അല്ലേ. എന്താണെങ്കിലും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കാണാം. 2 മിനിറ്റ് 15 സെക്കൻഡ് വേണം കേട്ടോ. ഓ ആ സ്കൂൾ കാലഘട്ടവും പ്രാന്തം. ഇയാളും ഉണ്ട് അൽഫോൺസ് പുത്രയും. ഈ സ്ട്രെയിറ്റ് ഫേസ് ആയിട്ട് കോമഡി അടിക്കുക അങ്ങനെ വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ മറ്റേ സർവമായ കണ്ടാൽ മനസ്സിലാവും. നല്ല പ്രേമമൊക്കെ ഉണ്ടല്ലോ പയ്യന്. അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട, വേറെ വള്ളികളൊന്നും വരായിരുന്നാ. ആ അവന്മാര് തന്നെ ഫുൾ ടീമുണ്ട്. എനിക്ക് ഈ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ സൂപ്പറാണ് അവൻ്റെ വീഡിയോ. ഈ ചെറുക്കൻ്റെ വിജയ് ബാബു, അജു വർഗീസ്, PT മാഷാണ് വിജയ് ബാബു. പുള്ളി നല്ലൊരു PT മാഷാവാനുള്ളൊരു മനുഷ്യനാണ്. ഇവന്മാര് സുധീഷ്, സ്കൂൾ അടി തന്നെ കേട്ടോ മൊത്തം. റൈറ്റർ വിപിൻ ദാസ്. കൂടെ ഉള്ളവന്മാര് ജെനുവിനാണെങ്കിൽ അതിൽ 1-2 പേര് കാണും. അങ്ങനത്തെ 2 ഉളകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കോളേജിൽ നിന്ന് ഒരുത്തൻ, കോളേജിൽ നിന്ന് ആക്ച്വലി 2 ഉണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് ഒരുത്തൻ. അവനെ ഞാൻ അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. ഞാനും അവന് സ്കൂൾ വെച്ചൊന്നും അങ്ങനെ ഭയങ്കര കമ്പനിയൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ അവൻ എൻ്റെ ചങ്കിടുപ്പുമാണ്. ബിക്കോസ് ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ ചങ്കിടുപ്പിൻ്റെ കേസൊക്കെ അവനാണ് നോക്കണത്. സോയാ ഇമോഷണൽ പരിപാടിയുണ്ട് ഗൈസ്. വാഴ പോലെ തന്നെ. ദ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് വാഴ 2. സവിൻ SI തന്നെയാണ് ഡയറക്ഷൻ.
ഇതോടെ നമുക്ക് സിനിമയുടെ ഒരു മൂഡ് മനസ്സിലാവും. സ്കൂൾ കാലഘട്ടവും അവിടെ ഉള്ള തമ്മിലടിയും ഗ്യാങ്ങും കഞ്ചാവും ലഹരിയും വെള്ളമടിയും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നിടത്തുള്ള പാരൻസിൻ്റെ ബുദ്ധിമുട്ടും അതൊക്കെ തന്നെയായിരിക്കും പടത്തിൻ്റെ. പിന്നെ കല്യാണത്തിനെയും അടിച്ചു ഓടിക്കുമായിരിക്കും വിദേശത്തോട്ടൊക്കെ. അങ്ങനെയൊക്കെ ആയിരിക്കും സിനിമയുടെ ഒരു പരിപാടി പോകണത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒരു ഹാഷറിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണുന്നത് നമുക്കൊരു 2-2.5 മണിക്കൂർ ഓളിക്കാം. അവന്മാർ മാത്രമല്ല ബാക്കിയുള്ളവന്മാരും ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാത്തിനെയും പിടിച്ച് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ബട്ട് ഐ എം സൂപ്പർ ഹാപ്പി ഫോർ യു ബ്രദർ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ചിലപ്പോൾ കാണൂലായിരിക്കും. അതായത് പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മൊത്തം ആൾക്കാരായിരിക്കും ചുറ്റും, നമ്മളൊരു ഗ്യാങ് ഒക്കെ ആയിരിക്കും. പക്ഷേ ജെന്യുവനായിട്ട് നിൽക്കണ 1-2 പേര് അവസാനം കാണത്തുള്ളൂ കൂട്ടുകാരെന്ന് പറയാനായിട്ട്. അത് സത്യമാണ്. പക്ഷെ ഞാൻ പറയാം, ഒറ്റയ്ക്കായി പോകുന്ന സിറ്റുവേഷൻ എന്തോ ഭാഗ്യത്തിന് എനിക്കില്ല. കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ചങ്കായിട്ടുള്ള കുറച്ചെണ്ണം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കിനി മോഹിനിയാട്ടം. അവന്മാർ ഈ പടത്തിന് എന്തോന്നായിരിക്കും ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ടം സിനിമയെ വെരി കൺഫ്യൂസിങ്. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. സൈജു കുറുപ്പാണ് മെയിൻ ക്യാരക്ടർ. നമുക്ക് 2 മിനിറ്റും 21 സെക്കൻഡും ആണ്. താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ സൈജു കുറുപ്പാണ് പ്രൊഡ്യൂസർ. ദൃശ്യം ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റു തരത്തിൽ വീട്ടിൽ വന്ന് മറ്റേവല്ലേ ബേബി ജീൻ. അല്പനേരം നീണ്ട പിടിവലിയൻ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. ഭയങ്കര കോമിക്കലാക്കിയ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? സുരാജേട്ടൻ ഈ പടത്തിന്. അത് ഭയങ്കര കോമഡി ആക്കിയതുപോലത്തെ ഒരു ഫീൽ അടിക്കണ് ട്രെയിലറിൽ നിന്ന്. മോഹിനിയാട്ടം നിങ്ങൾ ഭരതനാട്യം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഭയങ്കര സിമ്പിൾ പടമാണ്. അതിലെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിറ്റുവേഷനിലാണ്. അതായത് ഒരു കോമഡിക്ക് വേണ്ടി വെച്ചിരുന്ന സാധനമല്ല. ഭയങ്കര രസമാണ് ആ സിനിമ. സുരാജ് ചേട്ടൻ, വിനയ് ഫോർട്ട്. രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള 2 മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ സിനിമ ആ ട്വിൻസിന്റെ സാധനമൊക്കെ ഭയങ്കര രസമായിരുന്നു ഫസ്റ്റിൽ. ജഗദീഷ് ചേട്ടൻ അതൊക്കെ തുടക്കത്തിൽ തോന്നാ, ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇതെന്നാലും പുറത്തിറങ്ങാലുണ്ടല്ലോ കുടുംബത്തോടെ തോന്നുന്നു. നീ വഴിപോക്കാൻ. പുള്ളി വഴിപോക്കൻ സൊസൈറ്റിയിലെ പ്രസിഡൻ്റാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. പുള്ളി ആക്ച്വലി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അപ്പോൾ ആ മനുഷ്യനാണ്, നീ അറിയാം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിളാണ് ഫാമിലി. അത്ഭുതം. ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഭയങ്കര കോമഡി പടം. ഏപ്രിൽ 10. പക്ഷെ ഇത് മറ്റേ പടം പോലെ അല്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു കോമഡി. എനിക്കിനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറയണം. മറ്റേ പടം കുറച്ചും കൂടെ ഒരു ഓർഗാനിക് ആയിട്ടാണ് എനിക്ക് ഫീൽ. അതിൽ കുറച്ചും കൂടി ഇമോഷൻസ് ഉണ്ട്. ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പം കുറച്ചും കൂടെ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട്. ചിലപ്പോൾ ഇതിൽ അങ്ങനെ ആവുമായിരിക്കും. പക്ഷേ ഈ ഒരു ട്രെയിലറിൽ കംപ്ലീറ്റ് ഫൺ എന്നുള്ള രീതിയിലാണ് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ 2 പടത്തിൻ്റെയും ട്രെയിലർ അതാണ്. ഇനിയിപ്പോൾ എന്തായാലും കത്തനാരെന്തോ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എന്തോ വരും. നമുക്കത് വൈകുന്നേരം റിയാക്ട് ചെയ്യാം കേട്ടോ. നല്ല പടം ആവട്ടെ രണ്ടും. അപ്പോൾ നിങ്ങൾ സിനിമയുടെ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് താഴെ രേഖപ്പെടുത്തുക. എന്താണെങ്കിലും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.